ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ സ്ക്രീനിൽ കാണാം. ഇന്നത്തെ ന്യൂസ് പേപ്പർ മാത്രമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പർ മെയിൻ ന്യൂസിലേക്ക് നമുക്ക് പോകാം. ED അറസ്റ്റ് ഹേമന്ത് സോറൻ, ചമ്പായി ടു ടേക്ക് ഓവർ ആസ് CM എന്നാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹേമന്ത് സോറൻ ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ലാൻഡ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് ഇന്നലെ സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം പകരം ഒരു ചീഫ് മിനിസ്റ്റർ വേണ്ടേ. അപ്പൊ ജാർഖണ്ഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ പൊസിഷനിലേക്ക് ഒരു പുതിയ ആള് വരികയാണ്. പുതിയ ആളിന്റെ പേര് ചമ്പായി സോറൻ എന്നാണ്. ചമ്പായി ഈ പേര് ഇവിടെ എവിടെയോ ഉണ്ട്. ആ പേര് ചമ്പായി സോറൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ന്യൂസിന്റെ അകത്ത് എവിടെയോ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ് ആയിട്ട് ചമ്പായി സോറൻ അധികാരമേൽക്കും. CP രാധാകൃഷ്ണൻ ആണ് ഗവർണർ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ഗവർണറായ CP രാധാകൃഷ്ണൻ. അപ്പൊ CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിന്റെ ഗവർണർ. അദ്ദേഹത്തിനാണ് റെസിഗ്നേഷൻ കൊടുത്തത് ആര്? ഹേമന്ത് സോറൻ. എന്നാലേ പുതിയ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പുതിയ ചീഫ് മിനിസ്റ്റർ ചമ്പായി സോറൻ. ഇതൊരിക്കൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേൽക്കും. അതാണ് ജാർഖണ്ഡിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. പിന്നെ കേജ്രിവാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഞാനിപ്പോ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ. കേജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് പോളിസി ഡൽഹിയിൽ നടപ്പാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സമ്മോണിംഗ് ചെയ്തേക്കുന്നതാണ്. പിന്നെ വേറൊരു ന്യൂസ്, RBI curbs to render Paytm wallet and FASTag inoperative എന്നൊരു ന്യൂസ് കാണാം. ഫാസ്ടാഗ് അതുപോലെ ഈ Paytm പ്രൊവൈഡ് ചെയ്യുന്ന ഫാസ്ടാഗുകൾ, അതുപോലെ Paytm പ്രൊവൈഡ് ചെയ്യുന്ന വാലറ്റ്, അതെല്ലാം ഫെബ്രുവരി മുതൽ ഇനോപ്പറേറ്റീവ് ആവും. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല ഈ ന്യൂസ് വായിച്ചിട്ട്. എന്തോ Paytmന്റെ ഭാഗത്തുനിന്നുള്ള വയലേഷൻ ഉണ്ടായി കാണണം. Paytm ആയിട്ട് ബന്ധപ്പെട്ട് ഈ റീസെന്റ് ആയിട്ട് Paytm പേയ്മെന്റ് ബാങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായി. Paytm പേയ്മെന്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ RBI കർവ് ചെയ്തായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ മറ്റു കാര്യങ്ങൾ. വിജയ് ശേഖർ ശർമ്മയാണ് Paytmന്റെ ഫൗണ്ടറും അതിന്റെ CEO ഒക്കെ. വിജയ് ശേഖർ ശർമ്മ. അപ്പൊ അത് ഒരു ന്യൂസ് ആയിട്ട് അവിടെ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ വരുമ്പോഴത്തേക്ക് കോർട്ട് ഇൻ വാരണാസി പെർമിറ്റ്സ് ഹിന്ദു പ്രേയേഴ്സ് ഇൻ ഗ്യാൻവാബി മോസ്ക് സീൽഡ് ബേസ്മെന്റ് എന്നൊരു ന്യൂസ് കാണാം. ഞാനത് കുറച്ച് നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഗ്യാൻവാബി മോസ്ക് ഇഷ്യൂ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മോസ്ക് ആണ്. ആ മോസ്ക് ടെമ്പിൾ ആയിരുന്നു എന്നാണ് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം വാരണാസിയിലെ ഡിസ്ട്രിക്ട് കോർട്ട് അവിടെ ഹിന്ദുസിന് വർഷിപ്പിംഗ് നടത്താനുള്ള അവകാശം അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഭയങ്കരമായിട്ട് അവിടുത്തെ പള്ളിയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ ഒപ്പോസ് ചെയ്യുകയാണ്. കാരണം ഇത് ശ്രീരാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അയോധ്യയിലെ ബാബറി മസ്ജിദ് ഇഷ്യൂവിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അവിടെ ആരാധന നടത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യം അവിടെ ശിലാന്യാസം നടത്താനോ ഒക്കെ ഉള്ള അവകാശം അന്ന് കോടതി അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത് അവസാനമാണ് അതിന്റെ ഡിമോളിഷനിൽ കലാശിച്ചത്. അതേ രീതിയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 കാര്യമൊക്കെ. പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ഇവിടെ ആപ്ലിക്കബിൾ ആവത്തില്ല എന്നാണ് കോടതിയുടെ മുന്നിൽ വാദിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റ്സ് വാദിച്ചത്. കാരണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 പറയുന്നത്. ഇപ്പൊ ഗ്യാൻവാബി മോസ്കിന്റെ റിലീജിയസ് ക്യാരക്ടർ തന്നെ ടെമ്പിൾ ആയിരുന്നു എന്നാണ് വാദിക്കുന്നവരുടെ, അതിന് അനുകൂലമായിട്ട് ബാധിക്കുന്നവരുടെ വാദം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളായി കിടക്കുവാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൂടാത്തതാണ്. കാരണം ഞാൻ പലപ്പോഴും ക്ലാസ്സിലെടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഒരുപാട് ടെമ്പിൾസ് തീർച്ചയായിട്ടും നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് ഇൻവേഡേഴ്സ് ഭരിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഗളന്മാര് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള മുസ്ലിം രാജവംശം ഒരുപാട്. അപ്പൊ അവരുടെ പീരീഡിൽ സ്വാഭാവികമായിട്ട് അവരുടെ അന്നത്തെ ഫനറ്റിക്
തിങ്കിങ് ഉള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഔറംഗസേബിനെയൊക്കെ പോലുള്ള സ്വന്തം അച്ഛനെ പിടിച്ച് ജയിലിട്ട ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങളോടൊന്നും അദ്ദേഹത്തിന് വലിയ റെസ്പെക്ട് ഒന്നും കാണത്തില്ല. അന്ന് തകർക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ആ തകർക്കപ്പെട്ടിട്ടുള്ള സ്ട്രക്ചേഴ്സിന് മുകളിൽ പള്ളികളും പണിഞ്ഞിട്ടുണ്ടായി. പക്ഷെ അതൊക്കെ ഹിസ്റ്റോറിക്കൽ റോങ്സ് ആണെങ്കിലും ആ ഹിസ്റ്റോറിക്കൽ റോങ്സിന് ഇപ്പൊ റൈറ്റ് ആക്കാൻ ശ്രമിച്ചാൽ ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുന്ന അനിമോസിറ്റി ഉണ്ടാവാനല്ലേ ഇത് കാരണമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 പറയുന്നത് പോലെ ഇപ്പൊ എന്തായാലും ശ്രീരാമ ജന്മഭൂമി ഇഷ്യൂ സോൾവ് ആയി. അപ്പൊ അതിന് ശേഷം മറ്റു പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ വിശ്വാസം. കാരണം അല്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസിന് കാരണമാവുകയും ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് രണ്ട് കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസിനും കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇമ്രാൻ വൈഫ് ഗെറ്റ് 14 years in ഗ്രാഫ്സ് കേസ്. ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ ഇതിനെ കുറിച്ചാണ്. ഇമ്രാൻഖാന് ഇന്നലെ 10 വർഷത്തെ ഇംപ്രിസൺമെന്റ് കിട്ടി. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. അതാണ് ഇന്നലത്തെ ഹിന്ദുവിലെ ന്യൂസ് ആയിട്ട് വന്നത്. നെക്സ്റ്റ് കേസിൽ 14 വർഷത്തെ ഇംപ്രിസൺമെന്റും അനുവദിച്ചിരിക്കുകയാണ്, അല്ല ഓർഡർ ചെയ്തിരിക്കുകയാണ് അവിടുത്തെ കോടതി. അപ്പം അതിലൊരു ബാക്കിലെ കളികളാണ്. അവിടെ ഇലക്ഷൻ നടക്കാൻ പോയി അടുത്ത ആഴ്ച. അപ്പൊ അതിനു മുമ്പായിട്ട് ഇമ്രാൻഖാനെ തീർത്തും ഇല്ലാതാക്കും, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ തീരുമാനിക്കുന്ന അവിടുത്തെ ആർമിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അത് അകത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാം. കാരണം പാകിസ്ഥാനിൽ നടക്കുന്ന ഏത് സംഭവ വികാസങ്ങൾ ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് പാകിസ്ഥാൻ ആൻഡ് ഇറ്റ് ഈസ് an enemy territory for India. So what is the need to look in their affairs എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇത് അവിടുത്തെ എല്ലാ പ്രോബ്ലംസ്, അവിടുത്തെ ഗവൺമെന്റുകൾ ചേഞ്ച് പോലും ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഉൾപ്പെടെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഉള്ളതാണ്. പാർലമെന്റ് ബ്രീച്ച് അക്യൂസ്ഡ് അലജ് ടോർച്ചർ ടു അഡ്മിറ്റ് ടു ക്രൈംസ് ലിങ്ക്സ് വിത്ത് ഓപ്പോസിഷൻ എന്ന ന്യൂസ് ആണ്. ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇടയ്ക്ക് വെച്ച് പാർലമെന്റിൽ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. കുറച്ച് യുവാക്കൾ അവിടെ കയറുകയും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ TN will not allow implementation of CAA, says Stalin. ഇതേ കാര്യം പിണറായി വിജയൻ കേരളത്തിലും പറഞ്ഞിട്ടുണ്ട്, മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിലും പറഞ്ഞിട്ടുണ്ട്. CAA ഞാൻ ഇന്നലെയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ CAA നടപ്പാക്കാൻ ഉള്ളൊരു പ്ലാൻ ഗവൺമെന്റിനുള്ളതായിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫെബ്രുവരിയിൽ CAAയുടെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുമെന്നാണ് പല സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സും പറയുന്നത്. CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം എന്ന് മലയാളത്തിൽ പറയും. എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള അവിടുത്തെ മൈനോറിറ്റീസിന്, റിലീജിയസ് പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള അവിടുത്തെ മൈനോറിറ്റീസിന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ആക്ട് ആണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് vehemently opposed by the opposition parties and Muslims alike in India only because of the fact that the citizenship is not based on religion as per the Constitution of India. As per the Constitution of India, there are many factors to get citizenship of India, like by birth, by registration, by incorporation of territory, by descent. അതൊക്കെയാണ്. അതിലൊന്നും റിലീജിയൻ ഒരു ഫാക്ടർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഇവിടെ മുസ്ലിംസിന്റെ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്, ഇന്ത്യയിലുള്ളതല്ല, ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. റീസൺ ഈ പറഞ്ഞ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളായതുകൊണ്ട് മുസ്ലിംസ് അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ആ രാജ്യങ്ങളിലുള്ളവർക്ക് കൊടുക്കുന്നത് പോസിബിൾ അല്ല. മുസ്ലിംസ് ഒഴികെയുള്ള മൈനോറിറ്റീസിലാണെന്നാണ് CAA പറയുന്നത്. അതാണ് ഇതിന് ഇവിടെ എതിർക്കപ്പെടാനും കാരണം. ഓക്കെ, പിന്നീട് സ്നോഫോളിനെ കുറിച്ച് അതൊന്നും വേണ്ട. മറ്റ് ന്യൂസുകളൊന്നും നമുക്ക് ഈ പേജിൽ ആവശ്യമുള്ള ന്യൂസുകളല്ല. ഓക്കെ, നമുക്ക് അതിനടുത്ത പേജിലുണ്ട്. ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജിലേക്ക് പോവാം. അവിടെയും ആവശ്യമുള്ള ന്യൂസ് തീരെ കുറവാണ്. ഇവിടെ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. PC ജോർജ് BJP ചേർന്നതെന്ന് നമുക്ക് വേണ്ട. ഇപ്പൊ മറാത്ത റിസർവേഷൻ ഈസ് ക്രിയേറ്റിംഗ് ഫിഷേഴ്സ് ഈവൻ ഇൻസൈഡ് ദ റൂളിംഗ് അലയൻസ് ഇൻ മഹാരാഷ്ട്ര. മറാത്ത എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്രയിലെ റൂളിംഗ് അലയൻസ്, അതായത് NCP, ശിവസേന, BJP സഖ്യമാണ് അവിടെ ഭരിക്കുന്നത്. അതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ഡിസ്കോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അമംഗ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ബട്ട് നിങ്ങളിവിടെ പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, മറാഠ റിസർവേഷൻ
which community got a reservation recently? What kind of reservation? OBC reservation. അതാണ് നമ്മൾ അറിയേണ്ടത്. OBC റിസർവേഷൻ ഏത് കമ്മ്യൂണിറ്റിക്കാണ് റീസെന്റ് ആയിട്ട് ഇപ്പൊ പല കമ്മ്യൂണിറ്റീസിനും പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന മഹാരാഷ്ട്രയിലെ മറാഠ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ന്യൂമറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കാണ്. ന്യൂമറിക്കലി ആൻഡ് എക്കണോമിക്കലി അവർ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അവർക്ക് റിസർവേഷൻ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവർ അത്രയും പൊളിറ്റിക്കൽ പ്രഷർ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരായതുകൊണ്ട് പേടിച്ചാണ് ഈ ഗവൺമെന്റുകൾ അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നത്. പിന്നെ കർണാടകത്തിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് PS ദിനേശ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തു. PS Dinesh Kumar, new Chief Justice of Karnataka. Who is appointing the Chief Justice of High Courts? President of India. President of India ആണ് Chief Justice of High Courts നെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ദിനേശ് കുമാർ ആണ് പുതിയ Chief Justice of Karnataka High Court. More defects and deviations tumble out in vigilance probe into Kaleshwaram project. Kaleshwaram project ഞാൻ പല കറണ്ട് അഫയേഴ്സ് വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. കൈലേശ്വരം പ്രോജക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് എനിവെയർ ഇൻ ദ വേൾഡ്. ലോകത്ത് എവിടെയുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്. ആൻഡ് ഇറ്റ് ഈസ് ബിൽറ്റ് ഓവർ ദ റിവർ ഓഫ് ഗോദാവരി. ഗോദാവരി റിവറിന്റെ മുകളിലാണ് ഈ പറഞ്ഞ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് അല്ലെങ്കിൽ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തെലങ്കാന ഗവൺമെന്റിന്റെ പഴയ BRS ഗവൺമെന്റ് ചന്ദ്രശേഖർ റാവോട് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടപ്പിയാക്കിയ ഒരു പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് മാർഡ് വിത്ത് എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ആൻഡ് ലോട്ട് ഓഫ് കറപ്ഷൻ. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ കാലേശ്വർ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. കർണാടകത്തിലെ ബിൽ ബോർഡ്സിലെല്ലാം 60% കന്നഡ ഭാഷയിൽ തന്നെ ആയിരിക്കണം. അവിടുത്തെ റൈറ്റിംഗ്സ് എന്ന് ഒരു നിയമം ഉണ്ടാക്കാൻ പോയാണ്. അതിനെ കുറിച്ച് പറഞ്ഞേക്കാണ് 60%. ഈ സിഗരറ്റിന്റെ ഒക്കെ പാക്കറ്റില് നമ്മൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ എഴുതി വലിയൊരു ക്യാൻസറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ വെച്ച് അത് ഏതാണ്ട് 85 87% അത്രയും വേണമെന്നാണ്. ബാക്കി വിൽസ് എന്നും സിസേഴ്സ് എന്നും ഗോൾഡ് ഫ്ലേക്ക് എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റും. ആ പറഞ്ഞ പോലെ ഒരു ബിൽ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ആ ബിൽ ബോർഡില് അല്ലെങ്കിൽ അത് അവിടുത്തെ സൈനേജസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 60% കന്നഡയിലായിരിക്കണം. ബാക്കിയിലെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഒക്കെ എഴുതാൻ പറ്റുള്ളതാണ്. അവിടെ നിയമം വരാൻ പോണത്. ഇത് കർണാടകത്തിന്റെ മാത്രം കാര്യമാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ആ പേജിലൊന്നും പറയാറൊന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയല് ഫസ്റ്റ് എഡിറ്റോറിയൽ വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് പാകിസ്ഥാനി പൊളിറ്റിക്സിൽ ചില പൊളിറ്റീഷ്യന്മാരുടെ ഫോർച്യൂൺസ് ഇൻക്രീസ് ചെയ്യുന്നതും ചില പൊളിറ്റീഷ്യന്മാര് വളരെ അൺലക്കി പൊളിറ്റീഷ്യൻസ്മാരായിട്ടുള്ള ലൂസേഴ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമ്രാൻഖാന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നവാസ് ഷെരീഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നവാസ് ഷെരീഫ് ആക്ച്വലി നവാസ് ഷെരീഫിന്റെ ഫോർച്യൂൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുകളിലേക്കാണ് അല്ലെ. നവാസ് ഷെരീഫ് ഓൾമോസ്റ്റ് ഷുവർ ആണ് ഹി വിൽ ബിക്കം ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ ഓൺലി ബിക്കോസ് ഓഫ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ജനറൽസ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ സപ്പോർട്ട് ഇപ്പോ നവാസ് ഷെരീഫിനായതുകൊണ്ട് ഓൾമോസ്റ്റ് ഷുവർ ആണ് അദ്ദേഹം ആയിരിക്കും പാകിസ്ഥാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത്. പക്ഷെ 2018 ഇലക്ഷനിൽ ദ സെയിം ജനറൽ സപ്പോർട്ടഡ് ഇമ്രാൻ ഖാൻ. Only because of their support he became the Prime Minister of Pakistan. അതിനുശേഷം അദ്ദേഹം ഭയങ്കര പോപ്പുലാരിറ്റി അദ്ദേഹത്തിന്റെ പല ആക്ഷൻസ് കൊണ്ട് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കി. പക്ഷേ ഗ്രാജുവലി ഹി ബിക്കേം എ ക്രിട്ടിക് ഓഫ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ പാകിസ്ഥാൻ. അത് പാകിസ്ഥാനിലെ പട്ടാളത്തിന് അലോസരപ്പെടുത്തുകയും അവർ വലിച്ചു താഴെ ഇടുകയും ചെയ്തു ഇമ്രാൻഖാന്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ എല്ലാ രീതിയിലും ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേജർ ലീഡേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് എല്ലാം ഓരോരോ ചാർജസ് ഫയൽ ചെയ്തു. ഇമ്രാൻഖാൻ അഗേൻസ്റ്റ് ആയിട്ട് ഹൺഡ്രഡ്സ് ഓഫ് കേസസ് ഫയൽ ചെയ്തു. ആൻഡ് അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ അതിൽ 2 കേസുകളിലായിട്ട് 24 years ഇംപ്രിസൺമെന്റ്. 1 കേസിൽ 14 years, അനദർ കേസിൽ 10 years. സോ ടോട്ടൽ 24 years ഇംപ്രിസൺമെന്റ് അദ്ദേഹത്തിന് കിട്ടുന്നു. അതേ സമയത്ത് കഴിഞ്ഞ 2018 ഇലക്ഷൻ ഇമ്രാൻഖാൻ ജയിക്കുന്ന സമയത്ത് കറപ്ഷന്റെ കേസിൽ ജയിലിൽ കിടക്കുകയും പിന്നീട് എക്സൈലായിട്ട് ബ്രിട്ടനിലൊക്കെ പോയി ഒരുപാട് കാലം താമസിക്കുകയും ചെയ്ത ഷെരീഫിന് ഇപ്പോൾ
വഴി തെളിയുകയും അയാളെ പേരിലുണ്ടായിരുന്ന കറപ്ഷൻ കേസസ് ഒക്കെ പിൻവലിച്ചിട്ട് തിരിച്ച് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം വീണ്ടും അവിടെ പ്രൈം മിനിസ്റ്റർ ആവാൻ പോവുകയും ചെയ്യുന്നു. എന്ത് കൈൻഡ് ഓഫ് ഡെമോക്രസിയാണ് പാകിസ്ഥാനിൽ? അവിടെ പട്ടാളമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരാണ് അവിടുത്തെ യഥാർത്ഥ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഓൾ അതേഴ്സ് ആർ ലൂസേഴ്സ്, ഈവൻ പീപ്പിൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദെയർ ഡെമോക്രസി. അതാണ് അവിടുത്തെ ലൂസേഴ്സ്. അതാണ് ഈ ഹിന്ദുവിലെ ഇന്നത്തെ എഡിറ്റോറിയൽ, ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് 3 generations എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. 3 generations എന്ന് പറയുന്ന എഡിറ്റോറിയൽ 2 ദിവസം മുമ്പ് ഇന്നലെയും കണ്ട ഇന്നലെ ആയിരുന്നു, ഇന്നലെയും മിനിഞ്ഞാന്നോ ഏതോ ഒരു ദിവസം അഗൈൻ ഒരു സ്പോർട്സ് എഡിറ്റോറിയലാണ് ഹിന്ദുവിൽ വന്നത്. ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതും ഇന്ത്യയിൽ വെച്ച് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചതിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം അഗൈൻ ഹിന്ദു ഈസ് റൈറ്റിംഗ് അനദർ എഡിറ്റോറിയൽ ഓൺ സ്പോർട്സ്. പക്ഷേ ഇത്തവണ അത് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്ന ടെന്നീസ് ടൈറ്റിലിനെ കുറിച്ചാണ്, ടെന്നീസ് ടൂർണമെന്റിനെ കുറിച്ചാണ്. അതിൽ ടൈറ്റിൽസ് നേടിയ 3 ആൾക്കാരെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആ 3 ആൾക്കാരുടെ പേരുകൾ, ഒന്ന് ജാനിക് സിന്നർ എന്നും ഒന്ന് രോഹൻ ബൊപ്പണ്ണ എന്നും മൂന്നാമത്തെ ആളുടെ പേര് ആര്യാന സബലങ്ക എന്നുമാണ്. ആര്യാന സബലങ്ക ഈസ് ദ ഫീമെയിൽ ടൈറ്റിൽ വിന്നർ ഓഫ് ദിസ് ഇയേഴ്സ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആൻഡ് ജാനിക് സിന്നർ ഈ ആര്യാന സബലങ്ക എവിടത്തേരാണ് നടന്നിരിക്കുന്നത്? ഷീസ് ഫ്രം ബെലറൂസ്. ബെലറൂസ് എന്ന് പറയുന്നത് പഴയൊരു സോവിയറ്റ് യൂണിയന്റെ പാർട്ടായിരുന്ന കൺട്രിയാണെന്നാണ് എന്റെ വിശ്വാസം. ആ ബെലറൂസുകാരിയാണ് ആര്യാന സബലങ്ക. ഷീസ് ദ കറന്റ് വേൾഡ് നമ്പർ 2 ഫീമെയിൽ പ്ലെയർ. അവര് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫീമെയിൽ ടൈറ്റിൽ വിൻ ചെയ്തു. രോഹൻ ബൊപ്പണ്ണ അദ്ദേഹത്തിന്റെ 43rd പിന്നീട് അദ്ദേഹത്തിന്റെ 43ാം വയസ്സിൽ പിന്നീട് ഓസ്ട്രേലിയൻ ഓപ്പൺ വിൻ ചെയ്യുക വഴി വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഏതെങ്കിലും ഒരു ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്ത ഏറ്റവും ഓൾഡസ്റ്റ് പ്ലെയർ ആയിട്ട് മാറി. അതുപോലെ വേൾഡ് നമ്പർ 1 ആയിട്ട് മാറി. അതോടുകൂടി അതും ആ ഒരു വേൾഡ് റെക്കോർഡാണ്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേൾഡ് നമ്പർ 1 പ്ലെയർ ഇൻ ടെന്നീസ്. പിന്നെ അതേ സമയത്ത് ജാനിക് സിന്നർ ഒരു ജീവിതത്തിൽ ഇന്നുവരെയും ഒരു ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്യാത്ത പ്ലെയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ യങ്ങാണ്, 20-21 വയസ്സേ ഉള്ളൂ. ഈസ് ഫ്രം ഇറ്റലി. അദ്ദേഹം ഈ ടൈറ്റിൽ വിൻ ചെയ്തു. അപ്പൊ അതിൽ ഏറ്റവും ന്യൂവസ്റ്റ് ജനറേഷനിലെ പ്ലെയർ ആണ് ജാനിക് സിന്നർ എന്ന് പറയുന്ന പ്ലെയർ. അതേസമയത്ത് രോഹൻ ബൊപ്പണ്ണ കരിയറിന്റെ എൻഡിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. ആര്യാന സബലങ്ക കഴിഞ്ഞ കുറെ കാലമായിട്ട് ടെന്നീസിലുള്ള ഒരു പ്ലെയർ ആണ് എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും സ്റ്റിൽ ഒരു യങ്ങാണ്, 25 ഉള്ള അവരുടെ ഏജ്. അപ്പൊ അവരുടെയൊക്കെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് ഈ 3 generations എന്ന് പറയുന്ന എഡിറ്റോറിയൽ. പിന്നീട് ഇല്ല, അവിടെ വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഫൈൻഡിങ് ലൈറ്റ് ഇൻ മാൻമേഡ് ഡാർക്ക്നെസ് അങ്ങനെയുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ് ഒപ്പീനിയൻ പേജിൽ. അതിന്റെ അടുത്ത പേജിൽ റൈസിംഗ് ടെൻഷൻസ് ഇൻ ദ കൊറിയൻ പെനിൻസുല എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കൊറിയൻ പെനിൻസുലയിലെ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. അവിടെ US-ന്റെ ഇൻവോൾവ്മെന്റും ഉണ്ടാകുന്നുണ്ട്. US-ന്റെ ഏറ്റവും വലിയ അലയൻസ് പാർട്ട്നേഴ്സ്, ഏഷ്യയിലുള്ള അലയൻസ് പാർട്ട്നേഴ്സിന്റെ കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ. ജപ്പാനും സൗത്ത് കൊറിയയൊക്കെ നോൺ നാറ്റോ ആയിട്ടുള്ള കൺട്രീസിന്റെ കൂട്ടത്തിൽ US-ന്റെ ഏറ്റവും ക്ലോസസ്റ്റ് അലയൻസ് പാർട്ട്നേഴ്സ് ആണ്. നാറ്റോ മെമ്പേഴ്സ് അല്ല. നാറ്റോ നമുക്കറിയാം, ഏതാണ്ട് 10-32 മെമ്പേഴ്സ് ഉണ്ട് നാറ്റോയിൽ. അവരെല്ലാവരും US-ന്റെ ക്ലോസസ്റ്റ് അലൈസ് ആണ്. അതേസമയത്ത് നാറ്റോ മെമ്പേഴ്സ് ഏഷ്യയിൽ നിന്ന് ആരുമില്ല. പക്ഷേ ഏഷ്യൻ പിവട്ട് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഏഷ്യൻ നാറ്റോ എന്നുള്ള പേരിൽ കുറച്ച് അവര് പിന്നീട് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കുറച്ച് അലയൻസ് പാർട്ട്നേഴ്സ് അവർക്ക് ഏഷ്യയിലുണ്ട്. അപ്പോൾ അതിലാണ് ഈ ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ സൗത്ത് കൊറിയ അല്ലെങ്കിൽ കൊറിയൻ പെനിൻസുലയിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവിടെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും മാത്രമല്ല ഇൻവോൾവ്. ഒരു പരിധി വരെ അവിടെ ജപ്പാനും ഇൻവോൾവ് ആവും. എഗെയിൻ അവിടെ ഒബ്വിയസ്ലി US ഇൻവോൾവ് ആകും. കാരണം എന്ന് വെച്ചാൽ US-ന്റെ ഏറ്റവും വലിയ പാർട്ട്നേഴ്സിനാണ് നോർത്ത് കൊറിയ വലിയ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഡ്രോൺസും ഒക്കെ അയക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനടുത്ത പേജിന്റെ ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബൈഡൻ ഗവൺമെന്റ് കണ്ടിന്യൂസ് ടു ഡിസ്കസ് ഡ്രോൺ ഡീൽ എന്ന് പറയുന്നൊരു ന്യൂസ് കാണാം. അത് നരേന്ദ്രമോദി സ്റ്റേറ്റ് വിസിറ്റ് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ US-ലേക്ക്. അന്ന് ഇന്ത്യ US-ഉമായിട്ട് ചേർന്ന് കുറെ എഗ്രിമെന്റ്സ് ഉണ്ടാക്കി. പ്രധാനപ്പെട്ട ഡിഫൻസ് റിലേറ്റഡ് എഗ്രിമെന്റ്സിൽ ഒരെണ്ണം F-14 ജെറ്റ് എഞ്ചിൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനുള്ളതായിരുന്നു. ആ ജനറൽ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് F-14 എന്ന് പറയുന്ന ജെറ്റ് എഞ്ചിൻ, ജനറൽ ഇലക്ട്രിക്കിന്റെ. ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ മാനുഫാക്ചർ ചെയ്യാണ്, HAL. അതിനുള്ള എഗ്രിമെന്റ് ഒക്കെ ആയി. അതിന് അവിടുത്തെ US കോൺഗ്രസിന്റെ ക്ലിയറൻസും കിട്ടി. പക്ഷെ അതേ സമയത്ത് നമ്മൾ വേറൊരു എഗ്രിമെന്റും കൂടെ അവരുമായിട്ട് ഉണ്ടാക്കിയിരുന്നു. അതും ഡിഫൻസ് ആണ്.
MQ-9B എന്ന് പറയുന്ന അവരുടെ ഡ്രോൺ വാങ്ങാൻ. MQ-9B എന്നാണ് ആ ഡ്രോണിന്റെ പേര്. ഈ ഡ്രോൺ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് നമ്മൾ, അത് ഈ MQ-9B ഡ്രോൺ നമുക്ക് കിട്ടുന്നത് വളരെയധികം നമ്മളുടെ സർവേലൻസിന് സഹായിക്കും. ഓൾറെഡി നമ്മൾ അവരുടെ P-8I എന്ന് പറയുന്ന ഒരു മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. P-8I. ഈ P-8Iയുടെ കൂടെ MQ-9B കൂടെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കിട്ടും സർവേലൻസ് ഓപ്പറേഷൻസിൽ. അപ്പൊ ഈ MQ-9B എന്ന് പറഞ്ഞ ഡ്രോൺസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും US കോൺഗ്രസിന്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അതിന് ഈ പന്നുൻ അസാസിനേഷൻ അറ്റംപ്റ്റുമായിട്ട് ബന്ധമുണ്ടെന്നാ പറയുന്നത്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ US-ലും ഇന്ത്യയിലും നടക്കുകയാണ്. അപ്പം അതാണ് ഈ പറഞ്ഞ ഒരു ഡിലേക്ക് കാരണം എന്ന് ഈ ഒരു ന്യൂസിൽ പറയുന്നു. അപ്പൊ അതൊക്കെയാണ് അവിടെ വരുന്ന ന്യൂസ്. പിന്നീട് UGCയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ജഗദീഷ് കുമാറാണ്. താഴോട്ട് വരുമ്പോൾ ചമ്പായ് സോറൻ പ്ലേഡ് ആക്റ്റീവ് റോൾ ഇൻ മൂവ്മെന്റ് ഫോർ ക്രിയേഷൻ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡ് ഇന്ത്യയിലെ റിലേറ്റീവ്ലി ന്യൂവസ്റ്റ് സ്റ്റേറ്റുകൾ ഒരെണ്ണമാണ്. ഏറ്റവും ന്യൂവസ്റ്റ് സ്റ്റേറ്റ് തെലങ്കാനയാണ്. അതിനു മുമ്പ് വന്നത് 3 സ്റ്റേറ്റുകളാണ്, ജാർഖണ്ഡും ഛത്തീസ്ഗഡും അതുപോലെ ഉത്തരാഖണ്ഡ്. ഈ 3 സ്റ്റേറ്റുകൾ ഫോം ചെയ്തത് വാജ്പേയിയുടെ പീരീഡിലാണ് നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് ഈ ജാർഖണ്ഡ് സ്റ്റേറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ചമ്പായ് സോറൻ. അദ്ദേഹവും ഒരു ട്രൈബൽ ലീഡറാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ താഴോട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ ന്യൂസാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. കോൺഗ്രസും BJPയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഈ പേജിൽ വരുമ്പോഴും കൂടുതൽ ന്യൂസും അത് തന്നെയാണ്. ആദ്യം കാണുന്നതൊക്കെ കോൺഗ്രസിന്റെ ഒരു ലീഡറുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്, ചിദംബരമായിട്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇന്ത്യ ഈസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമി മർമു എന്നൊരു ന്യൂസ് കാണാം. മർമു ഇന്നലെ പ്രത്യേകത എന്തായിരുന്നു? മർമു ഇന്ത്യയുടെ ഓരോ ന്യൂ ഇയർ വരുമ്പോഴും ഫസ്റ്റ് ജോയിന്റ് സെഷൻ ഓഫ് ദ പാർലമെന്റ് അതിനെ അഡ്രസ് ചെയ്യാനുള്ള അവകാശം ഇന്ത്യയുടെ പ്രസിഡന്റിനാണ്. അത് സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണറിനാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം, ഇടയ്ക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ ഭയങ്കര വിവാദമായില്ലേ? എന്തായിരുന്നു ആ വിവാദത്തിന് കാരണമെന്ന് നിങ്ങൾക്ക് അറിയാം. വിവാദത്തിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1.5 മിനിറ്റ് കൊണ്ട് ആ പ്രഖ്യാപനം കംപ്ലീറ്റ് ചെയ്തു, ആ സ്പീച്ച്. അത് ഭയങ്കര വിവാദത്തിന് കാരണം. ഇത് ലൈക്ക് വൈസ് പ്രസിഡന്റ് ഈസ് ഓൾസോ ഹാവിംഗ് ദ സെയിം റൈറ്റ്. ഓരോ ഇയറിലും ഫസ്റ്റ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ് അതിന് അഡ്രസ് ചെയ്യാനുള്ള അവകാശം പ്രസിഡന്റിനാണ്. അത് ഇന്നലെ അവർ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറെ ഗവൺമെന്റ് സ്കീംസിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധി സ്കീം. PM കിസാൻ സമ്മാൻ നിധി സ്കീമാണ് PM കിസാൻ എന്ന് അബ്രിവേഷൻ ഇങ്ങനെ എഴുതുന്നത്, PM കിസാൻ സമ്മാൻ നിധി. ഇതില് 6,000 rupees പെർ ഇയർ ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു സ്കീമാണ്, ഒരു ഇൻകം സപ്പോർട്ട് സ്കീമായിട്ട്. അതിന്റെ എമൗണ്ട് ഇന്നത് 8,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്താ ഇന്നെന്ന് ഞാൻ പറയാൻ കാര്യം, ടുഡേ നിർമ്മല സീതാരാമൻ ഈസ് ഗോയിങ് ടു പ്രസന്റ് ദി ഇന്ററിം ബഡ്ജറ്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അല്ലേ? സിൻസ് ഇറ്റ് ഈസ് ആൻ ഇലക്ഷൻ ഇയർ, government will provide only interim budget for a small period of time. After that, once the new government forms, then they will present the full budget again. That may be in the June or May end. അപ്പം ഈ PM കിസാൻ സമ്മാൻ നിധി ഇപ്പം 6,000 rupees ആണ് ഇൻകം സപ്പോർട്ട് ഫോർ ഫാമേഴ്സ്. അതൊരു 8,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഒരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഈസ് എ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം. പിന്നെ അവിടെ അതൊക്കെ അവിടെ പറയുന്നുള്ളത്. ആ ഒരു സ്പീച്ചിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ വി വിൽ പ്രസന്റ് ഫുൾ ബഡ്ജറ്റ് ഓൺസ് ന്യൂ ഗവൺമെന്റ് ഈസ് ഫോംഡ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മോഡി ഇത് പറഞ്ഞേക്കുന്നു. പക്ഷെ മോഡി പറഞ്ഞേക്കുന്നത് തിരിച്ച് അദ്ദേഹം തന്നെ അധികാരത്തിൽ വരും, എന്നിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുമെന്നാണ്. സ്വാഭാവികമായിട്ട് എല്ലാ ഗവൺമെന്റുകളും അങ്ങനെ പറയുള്ളൂ, നമ്മൾ തിരിച്ചു വരും. പിന്നീട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ബോംബെ ഹൈക്കോടതി ഡെലിവേഴ്സ് സ്പ്ലിറ്റ് വെർഡിക്ട് ഓൺ വാലിഡിറ്റി ഓഫ് സെന്റേഴ്സ് ഫാക്ട് ചെക്കിംഗ് റൂൾ. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഗവൺമെന്റിന്റെ പുതിയ IT റൂൾസ് ഉണ്ട്. IT റൂൾ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അമെന്റ്മെന്റ് റൂൾസ് 2023 എന്നാണ്. അതാണ് പുതിയ IT റൂൾസിന്റെ പേര്. ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്നാണ് അതിന്റെ പേര്. അതിൽ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നാണ് അമെന്റ്മെന്റ് റൂൾസ് 2023 ഇതിന്റെ പേരായത്. ഇതില് ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഫോം ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കുണ്ട്. ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇപ്പൊ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ ഇതങ്ങനെയുള്ള സംഭവങ്ങളിൽ ഗവൺമെന്റിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വന്നാൽ ഗവൺമെന്റിന്റെ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് അത് പരിശോധിച്ചിട്ട് റിമൂവ് ചെയ്യാൻ
ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് പറയാൻ പറ്റും. ഇതിലൊരു അപകടമുള്ള എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് അഗേൻസ്റ്റ് ഉള്ള ചിലപ്പോൾ ഫെയർ ക്രിറ്റിസിസം പോലും റിമൂവ് ചെയ്യാൻ പറയാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫേസ്ബുക്ക് അത് റിമൂവ് ചെയ്തില്ല, അവരുടെ സേഫ് ഹാർബർ എന്ന് പറയുന്ന ഒരു ഒരു പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കെല്ലാം അറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറി പ്ലാറ്റ്ഫോം മാത്രമാണ്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം പോസ്റ്റ് ചെയ്താൽ ഫേസ്ബുക്ക് അല്ല അതിന് ഉത്തരവാദി. അതിൽ പേരിൽ എന്തായാലും പ്രശ്നം വന്നാൽ എനിക്കെതിരെ കേസ് എടുക്കുള്ളൂ, ഫേസ്ബുക്കിനെതിരെ കേസ് എടുക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ ഫേസ്ബുക്കിന്റെ പറഞ്ഞിട്ട് അവർ റിമൂവ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവർക്ക് ആ സേഫ് ഹാർബർ പൊസിഷൻ നഷ്ടപ്പെടും. പക്ഷേ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത സൃഷ്ടിക്കുമെന്ന് ഗവൺമെന്റിനെതിരെയുള്ള ഫെയർ ക്രിറ്റിസിസംസ് ഇല്ലാതാക്കാനും അതിന് സഹായിക്കുന്നത്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 19 അകത്ത് നമ്മളെ ഇന്ത്യക്കാർക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഫണ്ടമെന്റൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പോലുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് ബോംബെ ഹൈക്കോർട്ടിൽ കേസ് പോയേക്കുന്നത്. ഈ ബോംബെ ഹൈക്കോർട്ടിൽ പോയേക്കുന്ന കേസിൽ വിധി വന്നേക്കുന്നത് സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആണ്. 2 ജഡ്ജിമാരാണ് അത് കേട്ടത്. 2 ജഡ്ജിമാരിൽ ഒരു ജഡ്ജി ഗവൺമെന്റിന് അനുകൂലമായിട്ട്, ഒരു ജഡ്ജി ഈ പാർട്ടീസിന് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പം വിധി പൂർണ്ണമായോ? അപ്പൊ ഇനി ഒരു 3rd ജഡ്ജി കേൾക്കും അത്. അപ്പൊ അയാളുടെ വിധിയായിരിക്കും ഇതിന്റെ ഫൈനൽ വിധിയാകുമ്പോൾ. അതിനെ കുറിച്ചാണ്. പിന്നെ ഇത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട, നമ്മളെല്ലാ കാറുകളിലും ഫാസ്റ്റ് ടാഗ്സ് ഉണ്ട്. ഈ ഫാസ്റ്റ് ടാഗ് ഫെബ്രുവരി 29 KYC കംപ്ലൈന്റ്, KYC എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ നോംസ്. ഈ നോ യുവർ കസ്റ്റമർ KYC കംപ്ലൈന്റ്സ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മിക്കവാറും ഫാസ്റ്റ് ടാഗുകൾ KYC കംപ്ലൈന്റ് ആയിരിക്കാനാണ് സാധ്യത. ബാങ്കിൽ നിന്നൊക്കെയല്ലേ നമ്മളെല്ലാം എടുക്കുന്നത്. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി 29 ശേഷം ആ ഫാസ്റ്റ് ടാഗ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. ഈവൻ ഇഫ് ദർ ഈസ് ബാലൻസ് ഇൻ ദാറ്റ് ഫാസ്റ്റ് ടാഗ് അക്കൗണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ 700 വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് സെറ്റപ്പ് അക്രോസ് ദ കൺട്രി. ഫീമെയിലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ 700 ഹെൽപ്പ് സെന്റേഴ്സ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഇന്ത്യയുടെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി മിനിസ്റ്റർ സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നു. നിർഭയ സ്കീമിന്റെ അണ്ടറിലാണ് ഇത് ചെയ്തേക്കുന്ന പറയുന്നത്. നിർഭയ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട്. അത് സ്ത്രീകൾക്കെതിരെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിർഭയ ഫണ്ട്. നിർഭയ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ പണ്ട് റേപ്പ് ചെയ്ത് കൊല ചെയ്ത പെൺകുട്ടിയാണ് നിർഭയ. അവരുടെ പേരിലാണ് ഈ ഫണ്ട് രൂപീകരിച്ചേക്കുന്നത്. അവരുടെ പേരല്ല, അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്, നിർഭയ എന്ന്. നാഷണൽ കമ്മീഷൻ ഫോർ വിമനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് NCW, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അതിന്റെ ചെയർപേഴ്സണാണ് രേഖ ശർമ്മ. NIA ഫയൽസ് 2 ചാർജ് ഷീറ്റ് ഇൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ചൈൽഡ് ലേബറും ഫോഴ്സ്ഡ് ലേബറും ഒക്കെ മോഡേൺ വേൾഡില് സ്ലേവറി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ്ഡ് ലേബർ ഒക്കെ ബാൻ ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ്ഡ് ലേബർ ഒക്കെ ബാൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 24 ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുള്ള വേറൊരു മോഡേൺ വേൾഡിലെ സ്ലേവറിയായ ചൈൽഡ് ലേബറിനെ ബാൻ ചെയ്ത ആർട്ടിക്കിൾ 24 ആണ്. അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ പ്രസിഡന്റ് ക്ലിയേഴ്സ് നെയിംസ് ഫോർ 16th ഫിനാൻസ് കമ്മീഷൻ. 16ാമത് ഫിനാൻസ് കമ്മീഷനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു. 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. സോറി 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നിതി ആയോഗിനാണ് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഓക്കെ, അപ്പൊ അരവിന്ദ് പനഗരിയാണ് പുതിയ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. 16th ഫിനാൻസ് കമ്മീഷൻ ആണെന്നും അറിഞ്ഞിരിക്കുക. എത്രാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പൊ നിലവിൽ വന്നതെന്നൊക്കെ ചോദിക്കും. ഓക്കെ, പിന്നെ നമ്മളെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു NMM വരാൻ പോയാണ്. നാഷണൽ മിഷൻ ഫോർ മെന്ററിംഗ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇതിന്റെ ഭാഗമായിട്ട് ഒരു NMM വരാൻ പോകണം. NMM എന്ന് പറഞ്ഞാല് നാഷണൽ മിഷൻ ഫോർ മെന്ററിംഗ്. നാഷണൽ മിഷൻ ഫോർ മെന്ററിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടീച്ചേഴ്സ് എപ്പോഴും കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ അവർക്ക് ഈ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്ഡേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ഈ ന്യൂ ജനറേഷനിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ഈ ടീച്ചേഴ്സിന് മെന്ററിംഗ് ഇന്ന് വരെ ഇന്ത്യയിൽ ഇല്ലാത്തൊരു പരിപാടിയാണ്. ആ മെന്ററിംഗ് കൊടുക്കാൻ പോയാണ്. അതിന് 60 ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അത് 1000 ആൾക്കാരായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പോയാണ്. ഇതിൽ പത്മശ്രീ അവാർഡ് വിന്നേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ മെന്റേഴ്സ്. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി മെന്ററിംഗ് ഇന്ത്യയിലെ മുഴുവൻ ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ NCTE ആണ് നടപ്പാക്കുന്നത്. NCTE, നാഷണൽ കൗൺസിൽ ഫോർ ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. NCTE ഡയറക്ട്ലി അണ്ടർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ആണ്, അല്ലെ?
ഇത്രയാണ് ആ പേജിലുള്ളത്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ GST റവന്യൂ ഭയങ്കരമായിട്ട് കൂടിയതിനെ കുറിച്ചാണ്. അത് എല്ലാ മാസവും കൂടിക്കൊണ്ടിരിക്കുക. അതിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് പറയാനൊന്നുമില്ല. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിലെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ആണ് നമുക്കറിയാം. 2017 ജൂലൈ 1 നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ 1 ഇന്ത്യയിലെ GST ഡേ ആണ്. നമ്മൾ 3 തരത്തിലുള്ള GST ആണ് പേ ചെയ്യുന്നത്. സ്റ്റേറ്റ് GST, SGST, സെൻട്രൽ GST, CGST ആൻഡ് IGST, ഇന്റഗ്രേറ്റഡ് GST. ഈ 3 ടൈപ്പ് ഓഫ് GST ആണ് നമ്മൾ പേ ചെയ്യുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ കോർ സെക്ടർ ഔട്ട്പുട്ട് ഗ്രോത്ത് സ്ലോഡ് ടു 14-month ലോ ഇൻ ഡിസംബർ. കോർ സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ 8 സെക്ടേഴ്സിനാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. 8 സെക്ടേഴ്സ് അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കോർ സെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അല്ല, ഇനി സ്റ്റീല്, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസർ എല്ലാം 1 2 3 4 5 6 7. സ്റ്റീല്, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ഇത് ഇത്രയാണ് കോർ സെക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ കോർ സെക്ടേഴ്സിന്റെ ഗ്രോത്ത് റേറ്റ് വളരെ വലിയ കൺസേൺ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. സോ ഇറ്റ് ഈസ് being calculated separately on a month basis. അപ്പോൾ അത് കൂടുന്നോ കുറയുന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. IEP ആണ് മൊത്തത്തിലുള്ള IEP. ഇത് അവിടെ പറയുന്നുണ്ട്, IEP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതാണ് മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഡെക്സ് IEP. അതിൽ 40% വെയിറ്റേജ് ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസിനാണ്. അപ്പം അത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും IEPക്ക് പുറമെ. അപ്പൊ അതാണ് അവിടുത്തെ വേറൊരു കാര്യം. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 5.9% ഓഫ് GDP ആയിരിക്കണം ഈ ഫിനാൻഷ്യൽ ഇയറിലെന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം. അത് മിക്കവാറും ആ ലക്ഷ്യം കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്ന കാര്യം. കഴിഞ്ഞ 9 months വെറും 55% മാത്രമേ ആയുള്ളൂ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗോളിൽ. അപ്പൊ മിക്കവാറും ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ ടാർഗറ്റ് മീറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കാം, 5.9% ഓഫ് GDP. പിന്നെ വേൾഡ് പേജിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു കാര്യം ഇമ്രാൻഖാന്റെ കാര്യം തന്നെയാണ് മെയിനായിട്ട്. പിന്നെ ഇറാനും US തമ്മിൽ ഇപ്പൊ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ജോർദാനിൽ US-ന്റെ 2-3 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഒരു ആക്രമണത്തിൽ. അത് ഇറാനാണ് അതിന്റെ ബാക്കിൽ. അതുകൊണ്ട് വി വിൽ റീറ്റാലിയേറ്റ് എന്നാണ് US പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇറാൻ തിരിച്ചു വാൺ ചെയ്തേക്കാണ്. ഇഫ് US റീറ്റാലിയേറ്റ് ദെൻ ഡെഫിനറ്റ്ലി വി വിൽ ഓൾസോ റെസ്പോണ്ട് ടു ദെയർ അഗ്രഷൻ എന്നാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ആ ന്യൂസ്. പിന്നെ നാറ്റോയെ ഒരു വലിയ ത്രെട്ടായിട്ട് റഷ്യ കാണുന്നു പറഞ്ഞിട്ടുണ്ട്. നാറ്റോയുടെ ഇപ്പൊ ഒരു എക്സർസൈസ് വരുന്നുണ്ട്, സ്റ്റെഡ് ഫാസ്റ്റ് ഡിഫൻഡർ 24 എക്സർസൈസ്. സ്റ്റെഡ് ഫാസ്റ്റ് ഡിഫൻഡർ 24 എക്സർസൈസ്. അതിന് റഷ്യ ഭയങ്കര വലിയൊരു പ്രാധാന്യം കൊടുത്ത് അതിന് അഗേൻസ്റ്റ് ആയിട്ട് നടപടികൾ എടുക്കാൻ പോയാണ്. പിന്നെ മാൽദീവ്സ് ടേൺസ് ടു ശ്രീലങ്ക ഫോർ മെഡിക്കൽ ഇവാക്യുവേഷൻ സപ്പോർട്ട് എന്നൊരു ന്യൂസ് കാണാം. മാൽദീവ്സ് ഇന്ത്യയുമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് മാൽദീവ്സിലെ ആൾക്കാർക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇവാക്യുവേഷൻ വേണ്ടി വന്നാൽ ഇന്ത്യ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ഇന്ത്യയായിട്ട് പ്രോബ്ലംസ് ആയപ്പോൾ അവർക്ക് ചോദിക്കാൻ തന്നെ മടിയാണ്. അപ്പം ശ്രീലങ്കയെ അവർ അപ്രോച്ച് ചെയ്യാൻ വേണം. അതിനെ കുറിച്ചാണ് ന്യൂസ്. അപ്പൊ അതും ഒരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ അതിനടുത്ത പേജ് സ്പോർട്സ് പേജ് പോകുമ്പോൾ സത്യം പറഞ്ഞ ഇന്ന് സ്പോർട്സിൽ വലുതായിട്ടൊന്നും പറയാനില്ല. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് ജയ്ഷാ നമുക്ക് എല്ലാവർക്കും അറിയാം, അമിത് ഷായുടെ മകനും ഇന്ത്യയുടെ BCCIയുടെ സെക്രട്ടറിയാണ്. ആ ജയ്ഷയെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം തന്നെയായിരുന്നു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് ജയ്ഷാ വീണ്ടും അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് സ്പോർട്സിൽ പറയാനുള്ള ഒരു വലിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വലിയ ന്യൂസുകളൊന്നും വേറെ സ്പോർട്സിൽ ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ അവതരിക്കാൻ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര വീണ്ടും ചാമ്പ്യന്മാരായി. മഹാരാഷ്ട്ര 4ാം തവണയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ചാമ്പ്യന്മാരാവുന്നത്. പിന്നെ പുരുഷന്മാർക്കുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പായ ഡേവിസ് കപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാച്ച് നടക്കാൻ പോകണം. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ ഒരു റീജിയണൽ സ്പോൺസറായി ഇന്ത്യയിലെ ITC സെലക്ട് ആയി. ITC എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ FMCG കമ്പനിയാണ് ITC. അവർ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഒരു സ്പോൺസർ ആവുകയാണ്. അപ്പം അതും ഇതിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് ന്യൂസ്. വേറെ ന്യൂസുകളൊന്നും നമുക്ക് പറയാനില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ന്യൂസുകളെല്ലാം കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. വീഡിയോ കണ്ടിട്ട് കമന്റുകളെല്ലാം ഉണ്ടെങ്കിൽ കമന്റുകൾ പറയുക. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.